വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 30 ഒക്ടോബർ മാസം 2025 രാവിലെ 7:55 ആയിട്ടുണ്ട്. നമ്മൾ ഈ മന്ത്ലി കോൺട്രാക്റ്റ് എക്സ്പയറിനെ കുറിച്ചൊക്കെ റെഗുലറായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡിഫറൻസ് ഉണ്ടോ? നമുക്ക് 4 വാച്ച് ലിസ്റ്റിൽ 4 ഇതാണ് നമ്മൾ എടുത്തിട്ടേക്കുന്നത്. നിഫ്റ്റി സ്പോട്ട്, നിഫ്റ്റി ഫ്യൂച്ചർ, ബാങ്ക് നിഫ്റ്റി സ്പോട്ട്, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ, ഇത്രയേ ഉള്ളൂ. വാച്ച് ലിസ്റ്റിൽ കൂടുതൽ ഒന്നും നമ്മളിവിടെ വച്ചിട്ടില്ല. ഈ ഡിഫറൻസ് തുടങ്ങിയതുണ്ടോ? ഏകദേശം 180ഓളം പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട് നിഫ്റ്റി സ്പോട്ടിനും നിഫ്റ്റി ഫ്യൂച്ചറിനും. ഇത് അവർ ഈ മാസം അവസാനം, ഈ മാസം എന്ന് പറഞ്ഞാൽ നവംബർ കോൺട്രാക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നവംബർ കോൺട്രാക്റ്റിൻ്റെ ലാസ്റ്റ് ദിവസം, കോൺട്രാക്റ്റ് എക്സ്പയറി ആകുന്ന ദിവസം സ്പോട്ടും ഫ്യൂച്ചറും ഒന്നാകുന്നുമുണ്ട്. അതാണ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ വർക്ക്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു ഡിസ്കോഡ് എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഡിസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിസ്കോഡ് ചെയ്താൽ മാത്രമേ, അതായത് നമ്മൾ ടൈം ഡികെയുടെ ചാപ്റ്റർ 1 കണ്ടിന്യൂവേഷനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും ടൈം ഡികെയുടെ എങ്ങനെയാണ് ടൈം ഡികെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാമെന്നുള്ള 2-3 സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ 2-3 സെറ്റപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് എത്ര ആൾക്കാർ ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചു എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡിസ്കോഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ഈ പ്രീമിയം മെൽറ്റ് ആവുള്ളൂ. ഇന്നലെ നമ്മൾ 163 പോയിൻ്റ് ഓഫ് കൺട്രോൾ കൊടുത്തത്. എന്നിട്ട് അവർ അതിനെ കുറയ്ക്കണം. പോയിൻ്റ് ഓഫ് കൺട്രോൾ ഡേ ബൈ ഡേ ആകുമ്പോഴത്തേക്കും കുറഞ്ഞു വരും. അതാണ് ഈ ഓപ്ഷൻ സെല്ലറിന് സന്തോഷം തരുന്ന കാര്യം. ഓക്കെ, ഈ 26 ഈ സ്പോട്ട് മൾട്ടി ഡേ ഹൈ, മെയിനായിട്ടുള്ള മൾട്ടി ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ സ്പോട്ടിൻ്റെ ലെവൽസ് വരച്ചിട്ടൊക്കെയാണ്, താല്പര്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ ഈ സ്പോട്ട് ഇവിടെ ഒരു മൾട്ടി ഡേ ഹൈ ഉണ്ട് ഈ ദിവസം 23 ഒക്ടോബർ. ഈ മൾട്ടി ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല സ്പോട്ട്. ഇതിൻ്റെ താഴെയാണ്, ഇതിനകത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ വെറുതെ നമ്മൾ വേണമെങ്കിൽ ഞാൻ മൊബൈലിലായതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ, ഈ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. 26,102 എന്ന് പറയുന്ന സ്പോട്ടിൻ്റെ ആ മൾട്ടി ഡേ ഹൈ സ്പോട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ അതേസമയം നമുക്ക് കണ്ടിന്യൂവേഷൻ ഫീച്ചറാണ് ഇന്ന് മുതൽ നമ്മൾ വീണ്ടും നോക്കുന്നത്. ഇത് ഫീച്ചറിൻ്റെ ഇൻഡെക്സ് ചാർട്ടാണ്. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ട്രേഡിംഗ് വ്യൂവിലുള്ള ചാർട്ടാണ്. ഇതാണ്ടോ, ഇത് ഈ എല്ലാ ദിവസത്തേൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ദിവസത്തേൻ്റെ ഹൈ ഉണ്ടോ? ഈ ദിവസത്തേൻ്റെ ഇവിടെ നിന്നാണ് നമുക്ക് 3-4 ദിവസം പടപടപടയും താഴോട്ട് ഒരു മൂവ് കിട്ടിയത്. അപ്പോൾ ഇതുണ്ടോ, ഈ ദിവസത്തേൻ്റെ ഹൈ 26,205 എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസിംഗ് തന്നിരിക്കുന്നത്. 260 ക്ലോസിംഗ് തന്നിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചർ. ഇങ്ങനെയാണ് ഡിസ്കോഡ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഡിസ്കോഡ്. കണ്ടോ, അപ്പോൾ ഈ 2 പേരും ഒന്ന് മുകളിലോട്ട്, അതായത് മൾട്ടി ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോകാതിരിക്കാൻ കാരണം നിഫ്റ്റി സ്പോട്ടിൻ്റെ മൊമെൻറ്റ് കുറഞ്ഞുകൊണ്ടാണ് നിഫ്റ്റി മുകളിലോട്ട് പോകാത്തത്. അതായത് നിഫ്റ്റി സ്പോട്ട് ചവിട്ടി നിർത്തി, അതേസമയം അവിടെ ആരോ ഹെഡ്ജിങ്ങിൽ ചെയ്തു. സ്പോട്ടിൽ വരുന്ന കാൽക്കുലേഷൻ എല്ലാം, അതായത് അതിൻ്റെ പ്രൈസ് മൊമെൻറ്റം എല്ലാം സ്റ്റോക്കിൽ നടക്കുന്നതാണ്. നിഫ്റ്റി 50-ക്കകത്തുള്ള സ്റ്റോക്കിൽ നടക്കുന്ന മൊമെൻറ്റത്തിൻ്റെ ആവറേജ് കാൽക്കുലേഷനൊക്കെയാണ് സ്പോട്ടിൽ നടക്കുന്നത്. സ്പോട്ട് വാങ്ങിക്കാനോ വയ്ക്കാനോ പറ്റില്ല. അതേസമയം ഫ്യൂച്ചർ അങ്ങനെയല്ല. ഫ്യൂച്ചർ വന്നിട്ട് നമുക്ക് അവിടെ ട്രേഡിംഗ് നടക്കും, വോളിയം ഉണ്ടാകും. ഫ്യൂച്ചറിൽ വോളിയം ഉണ്ടാകും, ട്രേഡിംഗ് നടക്കും. സോ ഇങ്ങനെ ഒരു ഹെഡ്ജിങ് അവർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നതും പ്രീമിയം മെൽട്ടാകുന്നതും. ഓക്കെ, സോ ഇന്നത്തെ ലെവലാണ് ഇത് ഫ്യൂച്ചറിൻ്റെ. ഇന്ന് നമുക്ക് 145 പോയിൻ്റ് ഓഫ് കൺട്രോൾ, 145 പോയിൻ്റ് ഓഫ് കൺട്രോൾ. സോ ടൈം ഡികെ നമുക്ക് ഇങ്ങനെയും നോക്കാം. ഡിസ്കോഡ് രാവിലെ ഉണ്ടോ എന്ന് നോക്കുക. ഇന്നലെ ചെറിയൊരു ഡിസ്കോഡ് ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലത്തെ ഈ ഡിസ്കോഡ് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ആ ഉള്ള ആൾക്കാരെ കമൻറ്റ് ബോക്സിൽ അതും കമൻറ്റ് ചെയ്യുക. സോ ഡിസ്കോഡ് ഇല്ലാതിരിക്കണം ഇന്ന്. ഡിസ്കോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡ് മൊമെൻറ്റം കാണാൻ പറ്റും. ഡിസ്കോഡ് ഉണ്ടെങ്കിൽ മൊമെൻറ്റം കാണാനുള്ള ചാൻസസ് വളരെ കുറവാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.